വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കോളേജിൽ ഓണം പ്രോഗ്രാമാണ്. രാവിലെ ഞാൻ സാരിയിലെടുത്ത് ടിഷ്യൂ സാരിയാണ് ഇട്ട, പിന്നെ മെറൂൺ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ എൻ്റെ സൗണ്ട് നോക്കണ്ട. ആക്ച്വലി ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഞാൻ വേഗം റെഡി ആയിട്ടായി. അപ്പോൾ ഹർഷിക്കുന്ന റെഡി ആയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഓള് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി, ബസ്സിലിറങ്ങി, അങ്ങനെ പൊയിനാച്ചി ഇറങ്ങി. പിന്നെ അവളെ അവിടെ നിന്ന് കണ്ടു. പിന്നെയും നമ്മൾ ബസ് കയറിപ്പോയി. അവിടെ ഞങ്ങൾക്ക് ക്യൂടെക്സ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. ക്യൂടെക്സ് വാങ്ങി, മൈലാഞ്ചി വെച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും കറക്റ്റ് സമയമായിരുന്നു. ആ ഘോഷയാത്രയിൽ ആരംഭിച്ചതേ ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മളിപ്രാവശ്യത്തെ മാവേലി ലിവ്യാണ് കേട്ടോ. അങ്ങനെ പോയാലേ അവർ ഫോട്ടോ എടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ മാവേലി ഫോട്ടോ ഉമ്മ പറയുന്ന പോലെ കറക്റ്റാണ്. ഞാനിപ്പം പരിപാടി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വ്ളോഗെല്ലാം വരാറുള്ളൂ. പിന്നെ ജംഷി കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് കുറച്ച് ഷോക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ പൂക്കളം. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ടായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂക്കളം ഇടുമ്പോഴൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു ഊഞ്ഞാലും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി തിമിർത്തോണം എന്നാണ് കേട്ടോ. അപ്പോൾ ധന്യ ഇപ്പോൾ കാര്യമായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ കോളേജിൽ ഓണം പരിപാടിയാണ്. അനുശ്രീ അമ്മ പടക്കം പഠിക്കും. പടക്കം പൊട്ടിക്കുകയാണ് ഗൈസ്. ഇവിടെ പടക്കം പൊട്ടിക്കുകയാണ് ഗൈസ്. 2 പടക്കം പൊട്ടി ഗൈസ്. ഫോട്ടോ
നമ്മളെ പരിപാടി അതെ സോ ഇനി നമ്മൾ കാണുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതെ അതെ അപ്പൊ ഹാപ്പി ഓണം ഗൈസ്.